അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, മറ്റു സയ്യിദന്മാരെ, ഉലമാക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തോടുള്ള സ്നേഹവും അവിടത്തെക്കുറിച്ചുള്ള ഓർമ്മയുമാണ് ഒരു മനുഷ്യൻ്റെ സ്വസ്ഥമായ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത്. റബ്ബ് തആല നമ്മുടെ ഹൃദയത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഓർമ്മയും സ്നേഹവും നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ അൽഖി ഫീ ഖുലൂബിനാ മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ വഈദുൽ ലിൽ മുഅ്മിനീൻ. നമ്മൾ എത്രയോ തവണ കേരളത്തിലാണ് ജുമുഅയിൽ പങ്കെടുക്കുന്നതെങ്കിൽ കേൾക്കാറുള്ളൊരു പ്രയോഗമാണ് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകിൻ. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നമ്മളിലെ ന്യൂനതകളുള്ളവർക്ക്, കുറവുള്ളവർക്ക്, പോരായ്മകളുള്ളവർക്ക് ഹജ്ജ് പോലെ ആനന്ദകരമായ ജീവിതത്തിലേക്ക്, സമ്പൽ സമൃദ്ധമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന ദിവസമാണ് എന്നാണ് അതിൻ്റെ താല്പര്യം. ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ സമൃദ്ധിയിലേക്ക് തിരിച്ചു വരുന്നു, ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഊർജം നമ്മൾ തിരിച്ചെടുക്കുന്നു. മഹാനായ ബല്ലാർ ഉസ്താദ് ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് കേട്ടു. മനുഷ്യ ശരീരത്തിലെ നഷ്ടപ്പെട്ടു പോയ ഊർജം ഏറ്റവും കൂടുതൽ അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ തിരിച്ചു തരുന്ന ദിവസമാണ് യൗമുൽ ജുമുഅ, അല്ലെങ്കിൽ വ്യാഴാഴ്ച അസ്തമിച്ച രാവും വെള്ളിയാഴ്ച പകലും എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് കാരണം ഈ മജ്ലിസിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാവട്ടെ. നമ്മളിലെ മുഴുവൻ രോഗികൾക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടു, മാരകമായ രോഗങ്ങളിൽ സാധാരണ മരുന്ന് ഫലിക്കാതെ വരുന്ന ഒരു ഘട്ടങ്ങളിലൊക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ്, സയൻസൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ടാവും. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജീൻ, രോഗകാരണമായ ജീനിനെ തന്നെ മാറ്റിവെക്കുന്ന ഒരു ചികിത്സാ സംവിധാനം ലോകത്ത് സജീവമാകാൻ പോവാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് കുറയലാണ് സത്യത്തിൽ രോഗം. അസിഹത്തു നിഅമത്തു മിനൽ ജന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വൈദ്യശാസ്ത്രം മഹാന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായി കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ നിലക്ക് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ആരോഗ്യമെന്ന് പറയുന്നത് സ്വർഗീയമായ അനുഗ്രഹമായിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന് സ്വർഗത്തിലേക്ക് ഒരു പട്ടുനൂൽ പാലം സൃഷ്ടിച്ചു തരാൻ നിയോഗിതനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യൗമുൽ ജുമുഅ നമ്മളിലെ 4 ഗുണങ്ങൾ, അതായത് രക്തത്തിൻ്റെയും വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും അല്ലെങ്കിൽ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും വായുവിൻ്റെ ഒക്കെ സ്വഭാവങ്ങൾ അല്ലാഹു സമ്മിശ്രമാക്കി ഒരുമിച്ച് കൂട്ടിയ ദിവസമാണ് യൗമുൽ ജുമുഅ. മഹാന്മാരെ, എൻ്റെ ഗുരുനാഥന്മാരൊക്കെ പഠിപ്പിച്ച അടൂർ ഉസ്താദ് മഹാനവർകൾ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമി, അവിടെ നിന്നൊക്കെ പഠിപ്പിച്ച് തന്ന ഇൽമിലുണ്ട് രോഗം കൊണ്ട് വിഷമിക്കുന്നവരും കടം കൊണ്ട് വിഷമിക്കുന്നവരും വെള്ളിയാഴ്ച ദിവസം സൂറത്തു അൽ കഹ്ഫ് ഒരു 3 തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുമെങ്കിൽ അവർക്ക് അത്ഭുതകരമായ രൂപത്തിൽ രോഗത്തിന് ശിഫ കിട്ടും. അവരുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതിരോധ ശേഷിയെ തിരിച്ചുകൊണ്ടിരും. യൗമുൽ ജുമുഅ ജംഅ് ചെയ്യപ്പെടുന്ന ദിവസം, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദിവസം. അയ്യൂബ് അലൈഹിസ്സലാമിന്, യഖൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹു തിരിച്ചു നൽകിയതുപോലെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ആരോഗ്യത്തെ തിരിച്ചു നൽകിയതുപോലെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കം തിരിച്ചു നൽകിയതുപോലെ മുഅ്മിനീങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ആരോഗ്യം തിരിച്ചു വാങ്ങേണ്ട ദിവസമാണ് ഏത് ദിവസം? ഈ വെള്ളിയാഴ്ച ദിവസം. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം. വഈദുൽ ലിൽ മുഅ്മിനീൻ, പെരുന്നാളാവാൻ എന്താണ് കാരണം? നിങ്ങൾ നാട്ടിൽ പോയാൽ വെള്ളിയാഴ്ച ജുമുഅക്ക് വാള് പിടിക്കുന്ന കേട്ടിട്ടുണ്ടോ? വഈദുൽ ലിൽ മുഅ്മിനീൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണെന്ന് സത്യവിശ്വാസികൾക്ക് പെരുന്നാളാവാൻ കാരണം? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയെ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ്? ഒരു വല്ലാത്ത സന്തോഷം, ആനന്ദം, പുതിയ വസ്ത്രം ധരിക്കൽ, പുതിയ അനുഭവം ഉണ്ടാകൽ, ഈദ് മുബാറക്ക് പറയൽ, ഇതാണ്.
അപ്പം തിരിച്ച് നമ്മളിലേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിഅമത്തുകൾ തിരിച്ചു വരുന്ന ദിവസമാണ് യൗമുൽ ജുമുഅ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് നിഅമത്തുകൾ അവനിൽ നിന്ന് നീങ്ങലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിഅമത്ത് നീങ്ങുക, ഹയാത്തിലുള്ള സമയത്ത് തന്നെ നമ്മുടെ നിഅമത്ത് നീങ്ങുക. സമ്പത്ത് ഇല്ലാണ്ടാവുക, നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു അത് ഇല്ലാണ്ടാവുക, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അത് ഇല്ലാണ്ടാവുക, മക്കളുണ്ടായിരുന്നു അത് ഇല്ലാണ്ടാവുക, ഇസ്സത്ത് ഉണ്ടായിരുന്നു അത് ഇല്ലാണ്ടാവുക, സമൂഹത്തിലൊരു പേരും പ്രതാപമൊക്കെ ഉണ്ടായിരുന്നു അത് ഇല്ലാണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ ഉണ്ടാവലാണ്. അതിനാണ് മഹാന്മാർ ദ്വാരം അല്ലാഹുമ്മ അൽഖി ഫീ ഖുലൂബിനാ മഹബ്ബത റസൂലില്ലാഹി. നിങ്ങൾക്ക് ഈ ദിവസം എനിക്ക് ഇങ്ങനെ ഒരു പ്രസംഗിക്കാൻ അവസരം തന്നുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഒരു സമ്മാനം ഇതാണ്. നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ അൽഖി ഫീ ഖുലൂബിനാ മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു. എന്താ അതിന്റെ താല്പര്യം? അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നീ ഇട്ടു തരണേ. ആ സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് ഒരു ഉമ്മാന്റെയും ഉപ്പാന്റെയും സാന്നിധ്യം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിക്കുക. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആരോരും ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചോ ഓൻ്റെ ഉപ്പയും ഓൻ്റെ ഉമ്മ അരിയത്തുണ്ടാകുന്നതാണ്. അതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു കുഞ്ഞിന് ലഭിക്കാനില്ല എന്നാണ്. മനസ്സിലാക്കണം അല്ലേ? ഒരു പ്രസവിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് അതിൻ്റെ ഉമ്മ കൂടെ ഉണ്ടാവൽ വലിയ സന്തോഷമാണ്. വിഷമുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ തൻ്റെ മാതാപിതാക്കളിലേക്ക് ഓടിയണയുന്നു. നല്ല വേദന ഉണ്ട് എൻ്റെ ഉമ്മ നമ്മൾ വിളിക്കുന്നു. അപ്പൊ മാതാവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യത്തെ കൊതിക്കാത്ത മനുഷ്യനുണ്ടാവില്ല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതിന് ഏറ്റവും എളുപ്പമുള്ള ദുആ ആണ് അല്ലാഹുമ്മ അൽഖി ഫീ ഖുലൂബിനാ മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു. ഞാൻ കുറച്ച് കാലം ഇവിടെ, എനിക്ക് വിദേശം എത്ര പരിചയമൊന്നുമില്ല, ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ മലയാളികൾ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നു. ഇന്നലെ ഇപ്പം എനിക്കൊരു സഹോദരൻ പറഞ്ഞു, കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലത് എന്ന് പറയാൻ ഒന്നുമില്ലാത്ത നാടാണത്രേ ഗൾഫ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ക്യാൻസർ രോഗത്തെക്കുറിച്ച് കുറേ പഠിക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പം ഉദര ക്യാൻസറാണ്, വയറിൽ വരുന്ന ക്യാൻസറാണ് അത്ര ഗൾഫ് രാജ്യത്ത് കൂടുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഞാൻ എന്നിട്ട് ഈ കുറച്ച് ദിവസം ഇവിടെ അവസരം ഉണ്ടായതുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചു നോക്കുമ്പം ഇവിടെ ഒരു ഭക്ഷണവും നല്ലത് കിട്ടാനില്ല, ഒരു സാധനവും. ഫ്രോസറിൽ വരുന്ന കോഴിയെക്കുറിച്ചൊക്കെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എംബോം ചെയ്യുന്നത് പോലെ എന്തോ ഇത് കേടുവരാനുള്ള ഒരു മരുന്ന് ഇതിൽ ചേർക്കുന്നുണ്ട് അത്രേ. അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ. നിങ്ങൾ എപ്പോഴും സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ എപ്പോഴും വർദ്ധിക്കണം, നല്ലോണം വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റിന്റെ പ്രത്യേകത നമ്മൾ അറിയാണ്ട് ആത്മാവിലും ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും അടിഞ്ഞുകൂടിയ വിഷങ്ങളെ നീക്കുമെന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇഞ്ചി കഴിച്ചാൽ ശരീരത്തിലെ വിഷങ്ങൾ ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടില്ലേ? ഭക്ഷണത്തിൽ നമ്മൾ ഇഞ്ചി കൂട്ടുന്നത് എന്തിനാ? ഈ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വിഷാംശം നീങ്ങാനാണ്, വയറിൽ നിന്ന് വിഷാംശം നീങ്ങാനാണ് അതിന്റെ ഗുണം. അപ്പോൾ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ നല്ലോണം വർദ്ധിപ്പിക്കണം. അത് ശരീരത്തെ വല്ലാണ്ട് ശുദ്ധിയാക്കി തരും. അള്ളാഹു നമ്മുടെ ശരീരത്തെയും കൽബിനെയും ശുദ്ധിയാക്കി തരട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടു എന്നൊക്കെ നമ്മൾ അറിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്ത് എന്ന് പറയുന്ന കേട്ടല്ലാത്ത അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണ്ടേ? സ്തുതിക്കപ്പെടുന്ന അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ അവസ്ഥ മഖാമം മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്ന അവസ്ഥ. അത് ദുനിയാവിൽ തന്നെ നമ്മൾ ആനന്ദിക്കണം, ആസ്വദിക്കണം. ആദിയിലെ ഏറ്റവും വലിയ രഹസ്യം അഹദാണ്, അല്ലാഹു അഹദ്. ഈ അഹദിൽ തജല്ലിയാത്തിന്റെ മീമ് ചേർന്നപ്പോഴാണ് അഹ്മദ് ഉണ്ടായത്. അഹ്മദ്, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദുനിയാവിൽ നിന്ന് എന്താശ്രയിച്ചിട്ടും കാര്യമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിതാവിന്റെയും മാതാവിന്റെയും വാത്സല്യത്തിലും കരുതലിന്റെയും ഗൗരവത്തോടുകൂടി നമ്മളിൽ നിറഞ്ഞു നിന്നിട്ടില്ലേ നമ്മൾ പ്രശ്നം. ഹലീമത്ത് സഅദിയ റളിയല്ലാഹു തആല അൻഹയുടെ മണ്ണിലേക്ക് പോയപ്പോൾ കണ്ടില്ലേ, പ്രകൃതി ആകെ ഉണർന്നില്ലേ, പച്ചപ്പുണർന്നില്ലേ, ആടിന്റെ അകിടിൽ പാല് നിറഞ്ഞില്ലേ. ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ശരീരത്തിൽ പാല് കൂടുതൽ ഉണ്ടായില്ലേ, ശരീരം ശോഷിച്ച ആളായിരുന്നു ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ. ശരീരം ഉഷാറായില്ലേ, ഒട്ടകത്തിന് സ്പീഡ് കൂടിയില്ലേ. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ശാരീരിക വിഷമം അനുഭവിക്കുന്ന സന്ദർഭം ഏതാ? ഗർഭിണിയാകുമ്പോഴാണ്. മഹദി ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പ്രസവ സമയത്ത് അനുഭവിച്ച ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വൈദ്യശാസ്ത്രം ചർച്ച ചെയ്യുന്ന മഹാന്മാർ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്, ആമിന ബീബി വല്ലാത്ത ആനന്ദത്തിലായിരുന്നു, വല്ലാത്ത നിർവൃതിയിലായിരുന്നു, ശാരീരികമായി വലിയ സ്വാസ്ഥ്യത്തിലായിരുന്നു, വല്ലാത്ത. കാരണം ഒരു ഗർഭിണിക്ക് ശരീരത്തിന് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന രണ്ട് ഘടകങ്ങളാണ് കാൽസ്യം, വൈറ്റമിൻ. അപ്പൊ കാൽസ്യം ഡെഫിഷ്യൻസി ഇതൊന്നും ആർക്ക് വന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാക്ക് വന്നില്ല, നമുക്കും വരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഇതിന് ഭാഗ്യം തരട്ടെ. നിങ്ങൾ വേറെ എന്തും അന്വേഷിക്കേണ്ട, ദുനിയാവിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് അന്വേഷിക്കാണ്ട് നിങ്ങൾ ദുനിയാവ് അന്വേഷിക്കേണ്ട, ആഖിറ അന്വേഷിക്കേണ്ട, ഒക്കെ ഇല്ല ഉള്ളത്.
മദീനക്കാർ വിജയിച്ചത്, മക്കക്കാർ വിജയിച്ചത്, അറബികൾ വിജയിച്ചത്, റോമാ സാമ്രാജ്യം അവരെ കീഴിലായത്, ഒക്കെ കീഴിലായത്, അവരെ ലോകം അംഗീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിലില്ല. എല്ലാവരും പറയുന്നത് സ്നേഹിക്കണം സ്നേഹിക്കണം, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. തുറന്നു പറയാലോ അല്ലേ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഉണ്ടോ? നിങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്കും സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? യാ റസൂലുള്ളാഹ്, ഞാൻ എൻ്റെ മാതാവിനേക്കാൾ, എൻ്റെ പിതാവിനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആത്മാർത്ഥമായി ഒറ്റയ്ക്കൊന്ന് പറയാൻ പറ്റുമോ? ആളുകളുടെ മുമ്പിൽ ഒന്നും പ്രദർശിപ്പിക്കേണ്ട, പറയാൻ പറ്റുമോ? ഇല്ല, കിട്ടുന്നില്ല. അതിൻ്റെ എല്ലാ കുറവും ഇല്ലേ? ആ കുറവ് പരിഹരിക്കപ്പെടണം. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം നിറച്ചൊരുമാറാവട്ടെ. വ്യക്തിപരമായി നമ്മൾ ആകെ തളർന്നു പോകാൻ കാരണം അതാണ്. കുടുംബപരമായി ശൈഥില്യങ്ങളും പ്രശ്നങ്ങളും സ്നേഹക്കുറവുകളും, ഭാര്യയ്ക്ക് ഭർത്താവ് വേണ്ട, ഭർത്താവ് ഭാര്യയാണ് വേണ്ട, പ്രശ്നങ്ങൾ കലഹങ്ങൾ വരാൻ കാരണം ഇതാണ്. വീട്ടിൽ കലഹങ്ങൾ നിലനിൽക്കാൻ കാരണം അതാണ്. മുസ്ലിം സമുദായം ഇന്ന് ആളുകൾ കൊത്തിവലിക്കുന്നത് പോലെ ഫലസ്തീനിലും ഇറാഖിലും ബഗ്ദാദിലും സുറിയയിലും ബർമയിലും ഇന്ത്യയിലും നിരപരാധികൾ ജയിലിൽ കിടക്കേണ്ടി വന്നതും നമ്മൾ അവമതിക്കപ്പെടുന്നതും പാർശ്വവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ കാരണം ഇതാണ്. നിങ്ങൾ ഈ ന്യൂനപക്ഷ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആർക്കും അകറ്റി നിർത്താൻ കഴിയില്ല, മാറ്റി നിർത്താൻ കഴിയില്ല, അവഗണിക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഹലീമത്തു ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ആ ഗർഭിണിയായ സമയത്ത് വല്ലാതെ ആനന്ദത്തിലായിരുന്നു. പ്രസവം വല്ലാതെ അനുഭൂതിദായകമായിരുന്നു. പ്രസവത്തിന് ശേഷമുള്ള അനുഭവം അങ്ങനെയായിരുന്നു. ഒക്കെ മനസ്സിലാക്കണം. മദീനയിൽ പിന്നെ ഹലീമത്തു സഅദിയുടെ നാട്ടിൽ കൊണ്ടുപോയ ജനങ്ങൾ വന്നിട്ട് കൈ നെഞ്ഞോട് ചേർത്തിരുന്നു എത്ര രോഗം മാറാൻ. നിങ്ങൾ ആലോചിക്ക്, ഈ കുഞ്ഞുമോന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നെഞ്ഞിന് വെക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇവിടെ കൈവെക്കും, രോഗം മാറും. ഒരു ശരീരത്തിൽ ചൊറിയും പുണ്ണും അതൊക്കെ ഉള്ളവരിങ്ങനെ എടുത്ത് ശരീരത്തോട് ചേർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ രോഗം മാറും. ഇത് അനുഭവമായിരുന്നു. ഞാൻ പ്രസംഗം ചുരുക്കാണ്, എനിക്ക് സമയം. നമ്മളൊരു സുന്നത്തിന് വേണ്ടി മഹാന്മാരെ അത്തിപ്പറ്റ ഉസ്താദ് ഒരു സുന്നത്തായ നിലക്ക് നമ്മളിത് പറയുന്നതാണ്. ദീർഘപ്രസംഗത്തിന്റെ സമയമല്ല. എന്നാൽ കിട്ടിയ സമയത്ത് പ്രവാസികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരാളെന്ന നിലക്ക് നിങ്ങൾ എപ്പോഴും വിഷമങ്ങളും പറയും. നിങ്ങൾ എപ്പോഴും നെഞ്ഞോട് ചേർത്ത് പിടിക്കേണ്ടത്, ആത്മാവിൽ അലിഞ്ഞു ചേരേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ തണുപ്പിനെ പകഞ്ഞു വെച്ച് ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഈ മസ്ജിദിൽ കൂടിയത്, ഈ സ്വലാത്തിൽ പങ്കെടുത്തത്. സ്വലാത്ത് ചെല്ലുന്ന തന്നെ ഇപ്പൊ നമുക്കറിയാം, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ അലാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്. മനുഷ്യനിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പ്രശ്നങ്ങൾ അടിഞ്ഞു പോവാൻ മുഹമ്മദ് എന്ന ഇസ്മു വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന ആ ദാത്ത്, പരിശുദ്ധമായ ദാത്ത് നമ്മളിൽ വന്ന് നിറയും. ആ ആത്മാവ് നമ്മളിൽ വന്ന് നിറയും. നമ്മൾ അങ്ങോട്ടും ബന്ധമുണ്ടാവും. ആ ദിവസമാണ് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി. ആ രാത്രി പുലർന്നപ്പോൾ നമുക്ക് പെരുന്നാൾ പോലെയായി, ആനന്ദമുണ്ടായി, ശരീരത്തിൽ ഒരു തരം നിർവൃതി വരും. ആ പെരുന്നാളാണ് ഈദുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് മാത്രമേ അത് അറിയാൻ പറ്റൂ. മനസ്സിലായില്ലേ? സത്യവിശ്വാസികളല്ലാത്തവർക്ക് ഇത് തിരിച്ചറിയില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് സയൻസ് ചർച്ച ചെയ്തു, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ശക്തി ഉണ്ടാകുന്ന ദിവസം വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവാണ്. അവർക്ക് അതിന്റെ രഹസ്യം പിടികിട്ടിയിട്ടില്ല. ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അവർക്ക് രഹസ്യം കിട്ടിയിട്ടില്ല. നമ്മുടെയൊക്കെ രഹസ്യം വകുല്ലു ശൈഇൻ മിൻ നൂരി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹിന്റെ ഹബീബിനോട് നമ്മൾ ചോദിക്കുക, യാ റസൂലല്ലാഹ് ആരാണ്? അന മിൻ നൂരില്ലാഹ്. ജനങ്ങളെ, പ്രശ്നങ്ങളുള്ളവരെ, പ്രയാസങ്ങളുള്ളവരെ, ദുഃഖങ്ങളുള്ളവരെ, ദുരിതങ്ങളുള്ളവരെ, രോഗങ്ങളുള്ളവരെ, കടങ്ങളുള്ളവരെ, അനമിന്നൂരില്ല, ഞാൻ അള്ളാന്റെ നൂറാണേ. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അനമിന്നൂരില്ല. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ സാധാരണ മനുഷ്യനെ പോലെ ഇരിക്കും. അന ബശറും മിഥിലുക്കും. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അന ബശറും മിഥിലുക്കും, നിങ്ങൾ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരിക്കും ഞാൻ നിങ്ങളുടെ പ്രത്യക്ഷ ദൃഷ്ടിയിൽ. പക്ഷേ അനമിന്നൂരില്ല, ഞാൻ അള്ളാഹുവിന്റെ നൂറ. വകുല്ലു ശൈഇൻ മിൻ നൂരി, വകുല്ലു ശൈഇൻ മിൻ നൂരി. നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾ പറയുന്ന ഞാൻ, നമുക്ക് ചുറ്റുമുള്ള സസ്യലതാദികൾ, പ്രകൃതി, പ്രപഞ്ചം സർവം എന്റെ നൂറിൽ നിന്നാ. ഈ പച്ചപ്പ് നിലനിൽക്കുന്ന എന്തുകൊണ്ടാ? വെറും സൂര്യപ്രകാശം കൊണ്ടാ? അല്ല. യഥാർത്ഥ സയൻസ് പറയുന്നത് എന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു പ്രകാശരശ്മിയുണ്ട്. ഈ ഇതല്ലേ നമുക്കല്ല, ഫോട്ടോസിന്തസിസ്. കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ ഫോട്ടോസിന്തസിസ്? ഈ ഭക്ഷണം അബ്സോർവ് ചെയ്യുന്നത് സസ്യങ്ങൾ ഭക്ഷണം ഈ പ്രകാശത്തിൽ നിന്നാണ്. എന്റെ ശരീരത്തിൽ നിർഗളിക്കുന്ന പ്രകാശം എനിക്ക് ആവശ്യമായി അള്ളാഹു പടച്ച സസ്യലതാദികൾ സ്വീകരിക്കും അത്രേ. ഞാൻ മരിക്കലോടുകൂടി എന്റെ പ്രകാശത്തിൽ നിന്ന് നിലനിൽക്കുന്ന സസ്യലതാദികൾ മരിക്കുമെന്നാണ് യഥാർത്ഥ മഹാന്മാരെ ഇസ്ലാമിക ലോകത്ത് സയൻസ് കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും സിഹത്തും പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ദൗത്യത്തിലാണ് ഞാനുള്ളത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഏറ്റവും ചൂഷണം ചെയ്യുന്ന ഒരു വിഷയത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, എൻ്റെ മഹാന്മാരെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഞാനുള്ളത്. നിങ്ങൾ ദ്വാരക്കണം. കേരളത്തിലെ മുസ്ലിമീങ്ങൾ പ്രതിദിനം കോടിക്കണക്കിന് രൂപ പാഴാക്കുന്നത് ആരോഗ്യരംഗത്താണ്.
ഓരോ ദിവസവും എല്ലാ ജില്ലകളിലുമായിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് തട്ടിപ്പിലൂടെ, ആവശ്യമില്ലാത്ത ഓപ്പറേഷനിലൂടെ, ആവശ്യമില്ലാത്ത ചികിത്സ പറയലിലൂടെ ലക്ഷങ്ങളാണ് ഒരു ദിവസം മുസ്ലിമീങ്ങൾക്ക് വെറുതെ നഷ്ടപ്പെടുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ദൗത്യം കാലോചിതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച എൻ്റെ മഹാന്മാരുടെ ബർക്കത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വിഷയം എനിക്ക് വിജയിപ്പിക്കാൻ, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഈ ആരോഗ്യപരമായ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് പൂർവികരായ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് സൂഫിവര്യന്മാർ പഠിച്ച് മനസ്സിലാക്കിയത് പ്രകാരം ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ ഉലമാക്കളുടെയും അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിൻ്റെയൊക്കെ സഹായ സഹകരണത്തോടെ പ്രാർത്ഥനയോടെ ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ലക്ഷ്യമാണ്. സത്യത്തിൽ അത് പരിചയപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണം. നിങ്ങളതിന് പ്രാർത്ഥിക്കണം. എനിക്ക് ഇത്രയും നിങ്ങളോട് പ്രസംഗിക്കാൻ അവസരം ആകെ ആവശ്യപ്പെടാൻ നിങ്ങൾ ആത്മാർത്ഥമായി കേരളത്തിലെ മുസ്ലിമുകൾ, പ്രത്യേകിച്ചും പ്രവാസി കുടുംബം വല്ലാതെ രോഗങ്ങളുള്ളവരാണ്. പ്രവാസികളുടെ വീട്ടിൽ നിന്ന് വെറുതെ ഒറ്റയ്ക്ക് ആശുപത്രി പോകുന്നൊക്കെ ലക്ഷങ്ങൾ ആശുപത്രിക്കാർ വെറുതെ വാങ്ങാണ്. ഒരാവശ്യമില്ലാണ്ട് ഓപ്പറേഷൻ പറയാണ്, ആവശ്യമില്ലാത്ത മരുന്നുകൾ ഇങ്ങനെ എഴുതി കൊടുക്കുക. കാൽസ്യം ഗുളിക എന്നൊക്കെ പറഞ്ഞ് ഒരു മരുന്നും ഡൈലൂട്ട് ചെയ്യാതെ ബ്ലാങ്ക് ടാബ് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. ബ്ലാങ്ക് ടാബ് എന്ന് പറഞ്ഞാൽ മരുന്നില്ലാത്ത ഗുളിക, അതിലൊന്നും ഉണ്ടാവില്ല, ആർക്കും കഴിക്കാം. ബ്ലാങ്ക് ടാബ് എന്ന് അതിൻ്റെ പേര്. ബ്ലാങ്ക് പേപ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇജാതി ഗുളികകളൊക്കെ പാക്ക് ചെയ്ത് വിറ്റിട്ട് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്, തട്ടിപ്പാണ്. ഇതിൽ നിന്ന് കേരളത്തിലെ ഉമ്മത്തിനെ, മുസ്ലിം സമുദായത്തെ രക്ഷിക്കുക എന്നുള്ള ഒരു കാലോചിതമായ പ്രവർത്തനത്തിൽ ഒരു കൂട്ടം ആലിമീങ്ങളോടൊപ്പം പങ്കാളിയാണ് ഞാൻ. അത് വിജയിക്കാൻ നിങ്ങളുടെ എല്ലാ സ്വലാത്തിലും ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് വിജയിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പം നിർത്തുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞാൻ ഒരു സദസ്സിൽ ഇവിടെ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഈ സദസ്സിലെ ചെറുപ്പക്കാർ, നിങ്ങൾ പ്രവാസ ജീവിതത്തിലാണ്, സൂറത്തു അൽ കഹ്ഫ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഇദവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഈ ദുആ കൂടി നിങ്ങൾക്ക് ഞാൻ ഒരു പരിചയപ്പെടാനും പ്രസംഗിക്കാനൊക്കെ സന്ദർഭം കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം എന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പിടിക്കണം, മുറുക്കെ പിടിക്കണം. അത് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഖുർആനിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഒരു സത്യവിശ്വാസിക്ക് എവിടെ എത്തിപ്പെടാം. നിങ്ങൾ എന്താണോ ഹലാലായ നിലക്ക് ആഗ്രഹിക്കുന്നത് അതിലേക്ക് അള്ളാഹു എത്തിക്കും. ഏത് പ്രതിസന്ധിയിലാണോ നിങ്ങളത് അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കും. അസ്ഹാബുൽ കഹ്ഫിനെ രക്ഷിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫ് എന്നാണ് ഗുഹാവാസികൾ, കേട്ടിട്ടില്ലേ? അവരാണ് ഈ ദുആ ആദ്യമായി നിർവഹിച്ചത്. ഈ ദുആ അനുവർത്തിക്കുന്ന യുവാക്കൾക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും ഇതിന്റെ ഗുണമുണ്ടാവും. അള്ളാഹു അതൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ വിഷയത്തിൽ ദുആ ചെയ്യണം, കേരളത്തിൽ നിലനിർത്തണം. ആ കാര്യം മറന്നു പോകരുത്. അൽഹംദുലില്ലാഹ്.